ഒരുപാട് ശക്തിയുള്ള നാഗങ്ങൾ കാവലുള്ള ബ്രഹ്മകമലം. ബ്രഹ്മകമലം കയ്യിലുള്ളവർക്ക് ലോകത്തെ കൺട്രോൾ ചെയ്യുവാൻ കഴിയും. അങ്ങനെയുള്ള ബ്രഹ്മകമലം സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് മോശമായ ശക്തികൾ എത്തിയാലോ? അത്തരമൊരു കഥ പറയുന്ന നാഗബന്ധം എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ നടക്കുന്നത് 1964 കാലഘട്ടത്തിലാണ്. ടെസ്ല, സുൽത്താൻ എന്നിങ്ങനെ രണ്ട് റിസർച്ച് സ്കോളേഴ്സ് റിസർച്ച് ചെയ്യുന്നതിനായിട്ട് ഒരു വലിയ ഗുഹയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ നാഗബന്ധം കണ്ടുപിടിക്കുവാനായി എത്തിയിരിക്കുകയാണ്. എന്നാൽ അവർ രണ്ടുപേരും ഗുഹയിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ഗുഹ രണ്ടായിട്ട് പിളരുകയാണ്. ടെസ്ല ഒരു വഴിക്കും പോകുന്നു, സുൽത്താൻ മറ്റൊരു വഴിക്കും പോവുകയാണ്. സുൽത്താൻ വന്നെത്തിയിരിക്കുന്നത് ഒരു മോശമായിട്ടുള്ള ആത്മാവിനടുത്തേക്ക്. ആ മോശമായിട്ടുള്ള ആത്മാവ് സുൽത്താനെ പിടികൂടുന്നതോടുകൂടി അത്രയും നാൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചിന്തിച്ചിരുന്ന സുൽത്താൻ മോശമായിട്ട് മാറുകയാണ്. എത്രയും വേഗം നാഗബന്ധം കണ്ടെത്തണമെന്ന് ഒരു രാക്ഷസനെ പോലെ അലറുകയാണ് സുൽത്താൻ. ടെസ്ല പോയിരിക്കുന്നതോ മറ്റൊരു വഴിയിലൂടെ. ടെസ്ല വന്നെത്തിയിരിക്കുന്നത് വേരുകളാൽ ചുറ്റിപ്പിടഞ്ഞ മറ്റൊരു ആത്മാവിനടുത്തേക്ക്. അത് കണ്ട് പേടിച്ച് ടെസ്ല അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ടെസ്ല തന്റെ ഗുരുവിനടുത്തേക്ക് എത്തുന്നു. നിന്റെ റിസർച്ചിന്റെ കാര്യമൊക്കെ എന്തായി എന്ന് ഗുരു ചോദിക്കുമ്പോൾ, ഞാൻ നാഗബന്ധം കണ്ടു, ബുക്കും എന്റെ കൈവശമുണ്ടെന്നുള്ള കാര്യം ടെസ്ല പറയുമ്പോൾ, ആണോ, അതൊരു നിധിയാണ്. ആ ബുക്കിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ പട്ടിണി, ദാരിദ്ര്യം എല്ലാം തന്നെ തുടച്ചു മാറ്റാൻ കഴിയും. എത്രയും വേഗം ആ ഒരു ബുക്ക് ഗവൺമെന്റിനെ ഏൽപ്പിക്കണമെന്നും ടെസ്ലയോട് ഗുരു പറയുന്നു. എന്നിട്ട് ആ ഒരു വിവരം സർക്കാരിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം ടെസ്ല നേരെ പോകുന്നത് തന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണുവാൻ വേണ്ടിയിട്ട് ചർച്ചിലേക്കാണ്. എല്ലാ തവണയും കുഞ്ഞിനെ കാണാൻ പോകുന്നതിന് മുൻപായിട്ട് കുഞ്ഞിനൊരു ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇത്തവണ ദേ ഭാര്യയ്ക്കും മകൾക്കും അടുത്തേക്ക് എത്തിയപ്പോൾ കാറിൽ വെച്ച് ആ ഒരു ഗിഫ്റ്റ് മറന്നു പോയിരുന്നു. അച്ഛാ, എന്റെ ഗിഫ്റ്റ് എവിടെയെന്ന് മകൾ ചോദിക്കുമ്പോൾ, അയ്യയ്യോ, ഞാനത് മറന്നുപോയല്ലോ, അടുത്ത തവണ വരുമ്പോൾ ഞാൻ അടുത്ത നല്ല ഗിഫ്റ്റ് കൊണ്ടുവരാമെന്നും ടെസ്ല തന്റെ മകളോട് പറയുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഭാര്യയും മകളെയും ടെസ്ല കണ്ടത്. അങ്ങനെ ടെസ്ലയാണെങ്കിലോ കർത്താവിനടുത്ത് ചെന്ന് നിന്ന് തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞാനൊരു തെറ്റ് ചെയ്തു. ആ നാഗബന്ധത്തിന്റെ ബുക്ക് ഞാൻ അടിച്ചു മാറ്റുകയാണ് ചെയ്തത്. അത് എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാ ജനങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തതെന്നും താൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറയുകയാണ് ടെസ്ല ചെയ്യുന്നത്. അതേ സമയം അവിടേക്ക് ഇത്രയും നാൾ കാണാതെ പോയ സുൽത്താൻ അവതരിക്കുന്നു. ഒരു രാക്ഷസനെ പോലെ ആയി മാറിയിരുന്നു സുൽത്താൻ. സുൽത്താന് നാഗബന്ധത്തിന്റെ ബുക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് സുൽത്താൻ എത്തിയിരിക്കുന്നത്. ആ ബുക്കിന്റെ കാര്യം പറഞ്ഞ് സുൽത്താൻ ടെസ്ലയെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു. ഒടുവിൽ ടെസ്ലയും ഭാര്യയും കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അതേസമയം അവിടേക്ക് ഗുരു വരികയാണ്. ഗുരു കാറിലിരുന്ന ടെസ്ല എടുക്കാൻ മറന്ന് ഗിഫ്റ്റുമായിട്ടാണ് കയറി വരുന്നതും. അപ്പോൾ ഗുരു കാണുന്ന കാഴ്ച ടെസ്ലയും ഭാര്യയും മരണപ്പെട്ട് കിടക്കുന്നത്. സത്യത്തിൽ ഈ ഗുരു ടെസ്ലയുടെ അമ്മായിയച്ഛനാണ്. ഗുരുവിന്റെ മകളെയാണ് ടെസ്ല വിവാഹം കഴിച്ചതും. മകളും മരുമകനും മരണപ്പെട്ട് കിടക്കുന്നത് കണ്ട് ഗുരു ആകെ തകർന്നു പോകുന്നു. മാത്രവുമല്ല, സുൽത്താനാണ് അവിടെ നിൽക്കുന്നത്. സുൽത്താൻ കാണാതെ പോയ അന്നു മുതൽ തന്നെ ഗുരു വല്ലാത്ത ടെൻഷനിലായിരുന്നു. കാരണം ഈ സുൽത്താനും ടെസ്ലയും ഗുരുവിന്റെ ശിഷ്യരായിരുന്നു. അന്നു മുതൽ ഗുരു സുൽത്താനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ന് അതേ സുൽത്താൻ നിൽക്കുന്നത് ഒരു രാക്ഷസനെ പോലെ. ആ ബുക്ക് തനിക്ക് സ്വന്തമാക്കണം, നാഗബന്ധം തനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് സുൽത്താൻ വല്ലാതെ ബഹളമുണ്ടാക്കുന്നതും. മാത്രവുമല്ല, ഗുരുവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഗുരുവിന്റെ പേരക്കുട്ടിയുടെയും കഥ കഴിക്കുകയാണ് ചെയ്യുന്നത്. ആ സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. തുളസീവനം എന്ന ഗ്രാമം. ആ ഗ്രാമത്തില് ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തിന് നല്ല സ്റ്റൈലിഷ് എൻട്രി നടത്തുകയാണ് നമ്മുടെ കഥാനായകനായ ധർമ്മ. ഈ ധർമ്മ ഒരു അനാഥ പയ്യനാണ്. ധർമ്മനെ എടുത്തു വളർത്തിയ അച്ഛനും അമ്മയ്ക്കും തന്റെ സ്വന്തം മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ധർമ്മനെയാണ്. അതുകൊണ്ട് തന്നെ ധർമ്മൻ വളർത്തച്ഛനെയും വളർത്തമ്മയും സ്വന്തം അച്ഛനും അമ്മയായിട്ടും അവരുടെ മക്കളെ സ്വന്തം സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. ധർമ്മയുടെ സഹോദരിയുടെ വിവാഹ നിശ്ചയം നടക്കുവാനായി പോവുക. സഹോദരിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പയ്യനെ തന്നെയാണ് ധർമ്മൻ അവൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതും. ധർമ്മന് തന്റെ സഹോദരി എന്ന് വെച്ചാൽ ജീവനാണ്. അതുപോലെ തന്നെയാണ് സഹോദരിക്കും. വിവാഹ നിശ്ചയം നടക്കുന്ന സ്ഥലത്തേക്ക് ധർമ്മയുടെ മാമനും മാമന്റെ ഭാര്യയും ഒക്കെ എത്തുന്നു. മാമന്റെ ഭാര്യ വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയാണ്. എന്റെ മകൻ ഉള്ളപ്പോൾ നിങ്ങളുടെ മകൾക്ക് എന്തിനാ വേറെ പയ്യനെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ബഹളമുണ്ടാക്കുന്നതും. ഈ ഒരു ചടങ്ങ് നടത്തുവാനായിട്ട് താൻ സമ്മതിക്കില്ല. മാത്രവുമല്ല, ധർമ്മനാണല്ലോ ഈ ഒരു വിവാഹമെല്ലാം നടത്തുവാനായിട്ട് മുൻകൈയെടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മൻ ഒരു അനാഥ പയ്യനാണെന്നുള്ള രീതിയിലേക്ക് അവനെ വല്ലാതെ അപമാനിക്കും വിധം സംസാരിക്കും. അത് കേൾക്കുന്ന ധർമ്മന്റെ സഹോദരിക്ക് വല്ലാതെ ദേഷ്യം വരികയും അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് മാമന്റെ കഴുത്തിൽ വെക്കുന്നു. എന്റെ സഹോദരനെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്തിനും മടിക്കില്ല എന്ന് പറഞ്ഞാണ് സഹോദരി അവിടെ വിരട്ടുന്നത്. അത് വലിയ പ്രശ്നമാവുകയും ചെയ്യുന്നുണ്ട്. തന്റെ സഹോദരന് വേണ്ടിയിട്ട് എന്തിനും സഹോദരി മടിക്കില്ല. അത് ധർമ്മനും മനസ്സിലായി. ചടങ്ങുകളൊക്കെ നല്ല രീതിക്ക് നടക്കുകയാണ്.
എന്നാൽ മാമന്റെ ഭാര്യയ്ക്ക് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു വിവാഹം മുടക്കി അവളെ നീ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് മകനെ എരിയേറ്റി വിടുന്നു. പക്ഷെ മകൻ പറയുന്നത് അവൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ ഞാനെതിനാ അവളുടെ പിന്നാലെ നടക്കുന്നത് എന്നതായിരുന്നു. മാമനും ഭാര്യയും പറയുന്നത് കേട്ട് മനസ്സ് വിഷമിച്ച് വന്നിരിക്കുകയാണ് ധർമ്മൻ. ധർമ്മനടുത്തേക്ക് സഹോദരി വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനും എത്തുന്നുണ്ട്. അവരവനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നു. അന്നേ ദിവസം സഹോദരി ഇതുപോലെ കത്തിയൊക്കെ കഴുത്തിൽ വെച്ചത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമായി. അതുകൊണ്ട് തന്നെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്ന ധർമ്മ തന്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് മാപ്പും പറയുന്നു. അന്നേ ദിവസം രാത്രി ഇതെല്ലാം ആലോചിച്ച് കിടക്കുന്ന ധർമ്മൻ പെട്ടെന്നൊരു സ്വപ്നം കാണുകയാണ്. തന്റെ ദേഹത്ത് കൂടി ഒരുപാട് നാഗങ്ങൾ ഇഴയുന്നതായിട്ട്. ആ സ്വപ്നം കണ്ട് അവൻ ഞെട്ടിയുണരുന്നു. എന്താ താൻ ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണുന്നതെന്ന് അവൻ ചിന്തിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായി ശ്രീരംഗപുരം എന്ന നാടാണ് കാണിക്കുന്നത്. ആ നാട്ടില് വളരെ പഴക്കമുള്ള വലിയൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന പൂജാരി ഒരുപാട് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു അറ തുറക്കുന്നു. ആ അറയ്ക്കുള്ളിലുള്ളത് ബ്രഹ്മകമലമാണ്. ബ്രഹ്മകമലം കാണുവാൻ വേണ്ടിയിട്ടും കണ്ടു തൊഴുവാൻ വേണ്ടിയിട്ടും ഒരുപാട് ജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. ബ്രഹ്മകമലം കാണുവാനായിട്ടും തൊഴുവാൻ വേണ്ടിയിട്ടും ഒരുപാട് ജനങ്ങൾ കൂടിയിട്ടുണ്ട്. അതേസമയം അവിടേക്ക് എത്തുകയാണ് നായികയെ പാർവതി. പാർവതി വന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. പൂജാരിയോടും അവൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ബ്രഹ്മകമലത്തിന് എന്താണ് ഇത്ര പ്രത്യേകത, എന്തിനാ ജനങ്ങളെല്ലാവരും അത് കാണുവാൻ വേണ്ടിയിട്ട് വന്നു നിൽക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം പാർവതി ചോദിക്കുന്നു. ഈ ഒരു അറ തുറക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്രയും ആഘോഷമൊക്കെ നടക്കുന്നതെന്നും അവൾ ചോദിക്കുമ്പോൾ, ബ്രഹ്മകമലത്തിന്റെ ശക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ നീ എന്റെ ശിഷ്യനോട് അത് ചോദിക്കുവാനായിട്ടും ഗുരു പറയുന്നു. അങ്ങനെ പാർവതിയാണെങ്കിലോ ബ്രഹ്മകമലത്തിനെ കുറിച്ച് റിസർച്ച് നടത്തുകയാണ്. അതിൽ നിന്നും പാർവതിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞു പോവുകയുണ്ടായി. അതോടുകൂടി ക്ഷേത്രത്തിന്റെ ചൈതന്യമേ നഷ്ടമായി. അത് മനസ്സിലാക്കിയ രാജാവായ രംഗമാർത്താണ്ഡവർമ്മ ക്ഷേത്രത്തിലെ ഒരു പഴയ ശക്തി തിരികെ കൊണ്ടുവരുവാനായിട്ടും പഴയതുപോലെ ക്ഷേത്രം ആരംഭിക്കുന്നതിനും വേണ്ടിയിട്ട് രംഗമാർത്താണ്ഡവർമ്മ ഹിമാലയത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് തപസ്സിരിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ തപസ്സിന് ഫലം കണ്ടു. ദൈവം പ്രത്യക്ഷപ്പെട്ട് രംഗമാർത്താണ്ഡവർമ്മയ്ക്ക് ബ്രഹ്മകമലം നൽകുകയാണ്. ബ്രഹ്മകമലവുമായിട്ട് രംഗമാർത്താണ്ഡവർമ്മ നേരെ ശ്രീരംഗപുരത്തേക്ക് എത്തുന്നു. എന്നിട്ട് അവിടുത്തെ ക്ഷേത്രത്തിൽ അത് സ്ഥാപിക്കുകയും വീണ്ടും ക്ഷേത്രം പഴയതുപോലെയായി മാറുകയുമാണ് ചെയ്തതെന്നുള്ള കാര്യം പാർവതി അറിയുന്നു. അതോടെ പാർവതി ബ്രഹ്മകമലത്തിന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. അന്നേ ദിവസം ഉത്സവം നടക്കുകയാണല്ലോ. എല്ലാവരും ഉത്സവത്തിന്റെ രാത്രിയിൽ മുഴുകിയിരിക്കുകയാണ്. എന്നാൽ അവിടേക്ക് ബ്രഹ്മകമലം മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ഒരു ടീം എത്തുന്നു. ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റാരുമല്ല, പാർവതി തന്നെയാണ്. പാർവതി ബ്രഹ്മകമലത്തെക്കുറിച്ച് മനസ്സിലാക്കിയതെല്ലാം ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ബ്രഹ്മകമലം കൊണ്ടുപോകുവാനായിട്ട് വന്ന മോഷ്ടാക്കൾ എല്ലാവരും ആ ഒരു അറയിലേക്ക് കയറുകയാണ്. എന്നാൽ ബ്രഹ്മകമലത്തിന് കാവലിരിക്കുന്നത് ആയിരക്കണക്കിന് നാഗങ്ങളും. ബ്രഹ്മകമലം അടിച്ചുമാറ്റിക്കൊണ്ട് പോകുവാനായി എത്തിയത് മറ്റാരുമല്ല, ടെസ്ലയുടെ ഗുരുവിലെ ഗുരു തന്നെയാണ്. ഗുരുവാണെങ്കിലോ ചെറിയ ട്രിക്കൊക്കെ പ്രയോഗിച്ച് നാഗങ്ങളിൽ നിന്നും ബ്രഹ്മകമലം സ്വന്തമാക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹെലികോപ്റ്ററിലാണ് കയറുന്നത്. ഹെലികോപ്റ്ററിലാണ് ബ്രഹ്മകമലം കൊണ്ടുപോകുവാനായിട്ടും അവരെത്തിയിരുന്നതും. ഹെലികോപ്റ്ററിൽ കയറി പോകുന്ന സമയത്ത് ഗരുഡന്മാർ ഹെലികോപ്റ്ററിനെ ആക്രമിക്കുന്നു. കൺട്രോൾ നഷ്ടപ്പെട്ട ഹെലികോപ്റ്റർ ഒരു കാട്ടിലേക്കാണ് വന്ന് വീഴുന്നത്. അതോടുകൂടി ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു പോവുകയാണ്. ബ്രഹ്മകമലം കാട്ടിൽ തന്നെ അകപ്പെട്ടു പോകുന്നു. ഈ ഒരു വിവരം മറ്റൊരു ടീം അറിയുകയാണ്. എങ്ങനെയെങ്കിലും കാട്ടിൽ ചെന്ന് ബ്രഹ്മകമലം സ്വന്തമാക്കണമെന്നും അവർ തീരുമാനിക്കും. പക്ഷേ ആ ഒരു കാട്ടിലേക്ക് കടക്കണമെങ്കിൽ കാടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ഒരാൾ കൂടെ വേണമെന്നും അവർ തീരുമാനിക്കുന്നു. അവർ കണ്ടെത്തിയത് മറ്റാരെയുമല്ല, ധർമ്മയായിരുന്നു. ധർമ്മയ്ക്കടുത്തേക്ക് വന്ന് അവർ ഡീൽ സംസാരിക്കും. ധർമ്മയും അവരെ കാട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് ബ്രഹ്മകമലം മോഷണം പോയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. എല്ലാ ജനങ്ങളും നേരെ വന്നിരിക്കുന്നത് പൂജാരിക്കടുത്തേക്കാണ്. ആരാണ് ബ്രഹ്മകമലം അടിച്ചുമാറ്റിക്കൊണ്ട് പോയതെന്ന് ആർക്കും തന്നെ അറിയത്തേയില്ല. എല്ലാവരും പൂജാരിയോട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോഴോ പൂജാരിക്ക് ഏകദേശം മനസ്സിലായി ഇതിന് പിന്നിൽ പാർവതിയാണെന്ന്. പക്ഷേ പൂജാരി ആ ഒരു കാര്യം ആരോടും തുറന്നു പറഞ്ഞതേയില്ല. പൂജാരി തലയും കുനിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ജനങ്ങളെല്ലാവരും പൂജാരിയെ തന്നെ സംശയിക്കുന്നു. കാശിനു വേണ്ടിയിട്ട് പൂജാരിയാണ് ബ്രഹ്മകമലം വിറ്റതെന്ന് എല്ലാവരും പൂജാരിയെ കുറ്റപ്പെടുത്തുകയാണ്. മറ്റൊരു വശത്ത് കാട്ടിലകപ്പെട്ടു പോയ ബ്രഹ്മകമലം സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് വില്ലന്മാർക്കൊപ്പം പോവുകയാണ് ധർമ്മ. പോകുന്ന വഴിയിൽ വെച്ചാണ് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് ധർമ്മയ്ക്ക് മനസ്സിലായത്. ബ്രഹ്മകമലം സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ താൻ വരില്ല എന്ന് ധർമ്മ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ആ ഗുണ്ടകളെല്ലാവരും ചെയ്യുന്നത് ധർമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ധർമ്മയുടെ സഹോദരിയുടെ ഭർത്താവിനെ കൊല്ലുമെന്ന് വിരട്ടുകയാണ്. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾ പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാമെന്ന് ധർമ്മ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ബ്രഹ്മകമലം എടുത്ത് അവരെ ഏൽപ്പിക്കുകയാണ്. ബ്രഹ്മകമലത്തെ എടുക്കുന്ന അതേ സമയം തന്നെയായിരുന്നു
ബ്രഹ്മകമലത്തെ സംരക്ഷിക്കുന്ന അദൃശ്യ ശക്തികളുണ്ട്. അതെല്ലാം പുറത്തേക്ക് വന്ന് ധർമ്മയെ ആക്രമിക്കുന്നത്. മാത്രവുമല്ല അവിടെയുണ്ടായിരുന്ന വില്ലന്മാരെല്ലാവരും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. ധർമ്മയുടെ ബോധവും പോകുന്നു. കുറേ നേരം കഴിഞ്ഞതും ധർമ്മയ്ക്ക് മുന്നിലേക്ക് പാർവതി വരികയാണ്. ധർമ്മയെ തട്ടി വിളിക്കുകയും ചെയ്യുന്നു. ധർമ്മ കണ്ണു തുറന്നു നോക്കുമ്പോഴോ പാർവതിയാണ് കാണുന്നത്. തന്നെ രക്ഷിക്കാൻ വന്ന മാലാഖയായിട്ട് ധർമ്മ പാർവതിയെ കരുതുന്നു. അതോടുകൂടി ധർമ്മയ്ക്ക് പാർവതിയോട് പ്രണയം തോന്നുകയാണ്. പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുവാനായും ആരംഭിച്ചു. അവരുടെ പ്രണയം നന്നായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഒരിക്കൽ അന്ന് കാണാതായ ആ വില്ലന്മാരില്ലേ, വില്ലന്മാരെല്ലാവരും ധർമ്മയ്ക്കടുത്തേക്ക് വരികയാണ്. അന്ന് നീ സ്വന്തമാക്കിയ ബ്രഹ്മകമലം എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാനത് നിങ്ങളുടെ കയ്യിലല്ലേ തന്നതെന്ന് ബ്രഹ്മ മറുപടി പറയുന്നു. പക്ഷെ അവർക്കും ബ്രഹ്മകമലം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മകമലം എവിടെയെന്ന് ചോദിച്ച് ധർമ്മയെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു. മാത്രവുമല്ല ധർമ്മയുടെ കുടുംബത്തെയും ടോർച്ചർ ചെയ്യുകയാണ്. അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കഥ കഴിക്കുകയും ചെയ്യുന്നു. അത് കണ്ട് ധർമ്മ ആകെ തകർന്നു പോവുകയാണ്. അപ്പോഴാണ് ധർമ്മയ്ക്കൊരു കാര്യം മനസ്സിലായത്. ഈ ബ്രഹ്മകമലത്തിന് പിന്നിൽ താൻ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന പാർവതി തന്നെയാണെന്ന്. അതോടുകൂടി അവൻ തകർന്നു പോകുന്നു. പാർവതിയും ഗുരുവും എന്തിനാണ് ഈ ബ്രഹ്മകമലം സ്വന്തമാക്കുവാനായിട്ട് നടക്കുന്നതെന്നാൽ ഗുരുവിന്റെ മറ്റൊരു മകളാണ് പാർവതി. ഗുരുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബ്രഹ്മകമലം സ്വന്തമാക്കി സർക്കാരിനെ ഏൽപ്പിക്കുക. അതോടുകൂടി ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് ഗുരുവിന് നന്നായിട്ട് അറിയാം. പക്ഷേ തന്റെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞില്ല. അതെങ്ങനെയെങ്കിലും തനിക്ക് നിറവേറ്റണമെന്ന് പാർവതി തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് അച്ഛന്റെ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മകമലം സ്വന്തമാക്കി സർക്കാരിനെ ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പാർവതി ഇതിലേക്ക് വന്നത്. സത്യത്തിൽ അവൾ ധർമ്മയെ പ്രണയിച്ചതും ഈ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാ. ധർമ്മയുടെ കൈവശമാണ് ബ്രഹ്മകമലം ഉള്ളതെന്ന് അന്ന് പാർവതി കരുതി. അങ്ങനെയാണ് മയങ്ങിക്കിടന്ന ധർമ്മയ്ക്കടുത്തേക്ക് പാർവതി എത്തുന്നതും. അവൻ കരുതിയത് പാർവതി തന്റെ ജീവിതത്തിൽ വന്ന മാലാഖയാണെന്ന്. പാർവതി ധർമ്മയെ പ്രണയിക്കുന്നത് പോലെ അഭിനയിച്ചു. പിന്നീടാണ് ധർമ്മയുടെ കൈവശം ബ്രഹ്മകമലം ഇല്ല എന്നുള്ള കാര്യം പാർവതി അറിയുന്നതും. അതോടുകൂടി തന്റെ ടീമിനോട് പറഞ്ഞ് അവന്റെ കുടുംബക്കാരെ മുഴുവൻ വിരട്ടുവാനായിട്ടും അവൾ ആവശ്യപ്പെട്ടു. അവസാനം ആ ഒരു വില്ലന്മാർ എല്ലാവരും ചേർന്ന് ധർമ്മയുടെ കുടുംബക്കാരെ അവന്റെ കൺമുന്നിലിട്ട് കൊന്നുകളയുകയാണ് ചെയ്തത്. അതോടുകൂടി ധർമ്മയും ആകെ തകർന്നു പോയി. പാർവതിയാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ ധർമ്മ നേരെ പാർവതിക്കടുത്തേക്ക് വരുന്നു. നീ കാരണം എന്റെ കുടുംബമേ നഷ്ടപ്പെട്ടു പോയി. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ നിന്നെ സ്നേഹിച്ചതാണോ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നൊക്കെ ചോദിച്ച് അവന്റെ മനസ്സിലുള്ള പ്രണയവും അവൻ എത്രമാത്രം അവളെ പ്രണയിച്ചിരുന്നുവെന്നും വീട്ടുകാരോട് അവനുള്ള സ്നേഹവുമെല്ലാം അവൻ തുറന്നു പറയുകയാണ്. ധർമ്മ പറയുന്നതെല്ലാം കേട്ട് പാർവതിക്ക് വല്ലാതെ കുറ്റബോധം തോന്നുന്നു. അവൾ പൊട്ടിക്കരയുകയാണ്. തന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ആളിനോടാണല്ലോ താൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അവന്റെ കുടുംബം പോലും അവന് നഷ്ടമായല്ലോ എന്നോർത്ത് അവൾ പൊട്ടിക്കരയുകയാണ്. ഉടനെ തന്നെ അവൾ നേരെ ഓടി ചെല്ലുന്നത് അമ്പലത്തിലേക്കാ. അമ്പലത്തിലെ പൂജാരിയെ കാണുവാൻ വേണ്ടിയിട്ടാണ് അവൾ എത്തിയിരിക്കുന്നത്. അന്ന് ആ ബ്രഹ്മകമലം മോഷ്ടിച്ചതോടുകൂടി എല്ലാവരും പൂജാരിയാണ് അത് ചെയ്തതെന്ന് കുറ്റപ്പെടുത്തിയിരിക്കുകയല്ലേ. താനാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് പൂജാരിയുടെ കാലിൽ വീണവൾ മാപ്പ് പറയുന്നു. എന്നാൽ പൂജാരി പറയുന്നത്, ബ്രഹ്മകമലം നീ കാരണം ഇപ്പോൾ മോശമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതോടുകൂടി ഇനി ഉണ്ടാകാൻ പോകുന്നത് വലിയ വലിയ പ്രശ്നമാണ്. അത് തടയണം. ബ്രഹ്മകമലം സ്വന്തമാക്കണം. ബ്രഹ്മകമലം സ്വന്തമാക്കുവാനായിട്ട് ഒരേ ഒരാൾക്കേ കഴിയൂ. അത് ധർമ്മയ്ക്ക് മാത്രമാണെന്നും പൂജാരി പറയുന്നു. അങ്ങനെ ധർമ്മയും അവിടെ കൂട്ടിക്കൊണ്ടു വരികയാണ്. പൂജാരിക്കടുത്തേക്ക് എത്തുന്ന ധർമ്മയോട് എങ്ങനെ ബ്രഹ്മകമലം മോശമായ ശക്തികളുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കണമെന്നുള്ള കാര്യമൊക്കെ പൂജാരി പറഞ്ഞു കൊടുക്കുന്നു. ബ്രഹ്മ നേരെ പോകുന്നത് ആദ്യം ആ ഒരു രാജാവ് ഹിമാലയത്തിൽ തപസ്സിരിക്കുവാനായി പോയില്ലേ, അതേ സ്ഥലത്തേക്ക് തന്നെയാണ്. അവിടേക്ക് ധർമ്മ പോയി തപസ്സിരിക്കുകയും കുറെ ശക്തികളൊക്കെ അവൻ നേടുകയും ചെയ്യുന്നു. മോശമായ ശക്തികളെ പോരാടി നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ശക്തികളെല്ലാം ഇപ്പോൾ ധർമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ധർമ്മ നേരെ വരുന്നത് ബ്രഹ്മകമലം സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട്. ധർമ്മയ്ക്കടുത്തേക്ക് മോശമായ ശക്തികളൊക്കെ എത്തുന്നു. അവരെയൊക്കെ പോരാടി നിൽക്കുകയാണ് ധർമ്മ. ഒടുവിൽ അവരെ എല്ലാവരെയും തളച്ചതിനു ശേഷം ധർമ്മ നേരെ ബ്രഹ്മകമലവും സ്വന്തമാക്കി ആ ക്ഷേത്രത്തിലേക്കാണ് എത്തുന്നത്. എവിടെ നിന്നാണോ അവർ ആ ബ്രഹ്മകമലം സ്വന്തമാക്കി കൊണ്ടുപോയത് അതേ സ്ഥലത്തേക്ക് തന്നെ ബ്രഹ്മകമലം തിരികെ കൊണ്ടുവന്ന് വെക്കുന്നു. ഭഗവാന്റെ കാൽപാദത്തിൽ ബ്രഹ്മകമലം സമർപ്പിക്കുകയാണ് ധർമ്മ ചെയ്യുന്നത്. ബ്രഹ്മകമലം തിരികെ വന്നതോടുകൂടി നാഗങ്ങളെല്ലാം ബ്രഹ്മകമലത്തിന് കാവലിരിക്കുകയും ചെയ്യുന്നുണ്ട്. പഴയതുപോലെ ആയിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല നാഗബന്ധ പുസ്തകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഗുരുജി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും മുന്നിൽ ഇപ്പോൾ ധർമ്മൻ ഒരു സ്റ്റാറായി മാറിയിരിക്കുകയാണ്. ബ്രഹ്മകമലം തിരികെ കൊണ്ടുവന്നു വെച്ച ധർമ്മയും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.